ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ റോസ് മെൻഷൻ എപ്പിസോഡ് 11 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജിയോനെയാണ് കാണിക്കുന്നത്. അതായത് ജിയോനെയെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് ചെടികളൊക്കെ നനയ്ക്കാൻ വരുന്നതും അത് മറ്റാരും ആയിരിക്കില്ല, മിൻസു ആയിരിക്കും കേട്ടോ. അപ്പോൾ മിൻസുവിനോട് താൻ എന്തിനാ എന്നിങ്ങനെ അടച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ ഇവൾ ചോദിക്കുന്നതും താൻ എപ്പോഴെങ്കിലും തൻ്റെ സിസ്റ്ററിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ, അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ, താൻ ഒരു ഒറ്റൊരുത്തി കാരണം, താൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡ് കാരണം അവൾ ഒരു ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത്. തനിക്ക് എപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സിസ്റ്റർ ആണെങ്കിൽ ഞങ്ങളുടെ ജീനയെ പറ്റിയിട്ടാണോ താൻ പറയുന്നത്, അവളെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോൾ തനിക്കൊന്നും അറിയത്തില്ല, അവൾ അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും താൻ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിലാണ് ജിയൂന പെട്ടെന്ന് ജീനയുടെ വോയിസ് കേൾക്കുന്നത് കേട്ടോ. അതായത് ഇവൻ ജീനയുടെ വീട്ടിലെ വോയിസ് റെക്കോർഡറൊക്കെ അവരറിയാണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ കേൾക്കുന്നത് ജീന ജിയൂനയുടെ ഏതൊരു ഫ്രണ്ടിനെ വിളിച്ച് ചേച്ചിയെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ, സംഭവം ഞാനും ചേച്ചി അത്ര നല്ല ടേംസിലല്ലെങ്കിലും ചേച്ചി എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും. ഇത് കേൾക്കുന്ന ജിയൂനിക്ക് ശരിക്കും വിഷമം വരുന്നതും ഇവനാണെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള ബൈനോക്കുലറിൽ ഇവളെ നോക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിൻസുവിനെ ഫോളോ ചെയ്യുന്ന ജീനയുടെ ബോയ് ഫ്രണ്ട് എത്തുന്നത് ആ ഒരു വുഡൻ പാത്ത് ഉണ്ടല്ലോ, അതിലൂടെ പോയി കഴിഞ്ഞാലുള്ള 2 അപ്പാർട്ട്മെന്റിൽ ഒരു അപ്പാർട്ട്മെന്റിലായിരിക്കും. അവിടെയാണ് മിൻസു താമസിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഓഹോ, അപ്പോൾ നിങ്ങൾ നെയ്ബേഴ്സ് ആണല്ലേ എന്ന് പറഞ്ഞ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുന്നതും അപ്പോൾ ഇത് മിൻസുവിനെ തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇവനാണെങ്കിലോ റൂമിലേക്ക് വലിച്ചു കയറ്റുന്നതുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ ട്രാപ്പായി പോകുന്നതാണ്. ഇതേ ടൈമിൽ അസിസ്റ്റന്റിനാണെങ്കിൽ അതായത് ഫോറൻസിക്കിൽ നിന്ന് കോള് വരുന്നുണ്ട്, റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നോക്കുമ്പോൾ സംശയിക്കുന്നത് പോലെ തന്നെ മിൻസുവിന്റെ ഫിംഗർ പ്രിന്റ് ആയിരിക്കും ആ ലോക്കിൽ. അപ്പോൾ ഇത് കാണുന്ന അവിടുത്തെ ഓഫീസർ ആണെങ്കിൽ എന്താ പ്രശ്നം, നീ എന്തിനാ മിൻസുവിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് എന്തോ ഒരു ഡൗട്ട്, അബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവൾ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ വൂസോക്കിന്റെ അസിസ്റ്റന്റ് വിളിച്ചു പറയുന്നുണ്ട്, അതായത് ജീനിയായിട്ട് ചാറ്റ് ചെയ്യുന്ന ആ ഒരാളുണ്ടല്ലോ, അയാളുടെ പേരിൽ അപ്പാർട്ട്മെന്റിൽ ഒരു റൂം ഉണ്ടെന്നും റൂം നമ്പറും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൂസോക്ക് ആണെങ്കിലോ തന്നെ പിടിച്ചുവിടാ എന്ന് പറഞ്ഞ് അവിടെ നിന്നും മറ്റു പോലീസ് ഓഫീസേഴ്സായിട്ട് തിരക്കിട്ട് പോകുന്നതും അങ്ങോട്ട് വരുന്ന അസിസ്റ്റന്റ് ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ നേരെ സീനിയറിന്റെ അടുത്തേക്ക് പോയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നതും മിൻസു എവിടെ, ഈ ഇടയിട്ട് അവൻ തീരെ ശരിയല്ല, അവന്റെ സ്വഭാവത്തിലേക്ക് എന്തോ പന്തികേടുണ്ടെന്ന് പറയുന്ന സീനിയറിനോട് അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഇവൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൾ ഈ റിപ്പോർട്ടും കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ സീനിയറിന്റെ ഫേസിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സാറിന് ഇത് മുന്നേ അറിയായിരുന്നു എന്നാണ് അപ്പോൾ ഇവൾ ചോദിക്കുന്നത്. ഇവനാണെങ്കിലോ നീ മറ്റുള്ള ഒരു കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ഇത് നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യമല്ലല്ലോ, അവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജൂനിയറാണ്, അവനെ എന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ എനിക്ക് പറ്റത്തില്ല, നിനക്ക് അതിനാണോ താല്പര്യം എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഇവൾക്കും നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം ഇവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല അത്രയും ക്ലോസ് ആണല്ലോ. അപ്പോൾ ഈ അസിസ്റ്റന്റ് ലേഡി അവിടെ പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് ശരിയാ, ഇതിനെ പറ്റി നമുക്ക് നേരിട്ട് മിൻസുവിനോട് ചോദിക്കാം, അല്ലെങ്കിൽ തന്നെ ഇത് ജസ്റ്റ് നേരിട്ടുള്ളൊരു എവിഡൻസ് ഒന്നും അല്ലല്ലോ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ബോധം വരുന്നതും താൻ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ടൈമിൽ മിൻസു ആണെങ്കിൽ ജീനയെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അവൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവൾക്ക് ഇതിന് മാത്രം എന്താണുള്ളത്, വായ തുറന്ന നുണ മാത്രമേ പറയുള്ളൂ, പിന്നെ ലുക്ക് കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ബോയ് ഫ്രണ്ടിനോട് നിനക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവൾ നിന്നെ എന്തുമാത്രം പ്രേമിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അവൾ മൊത്തം ഉടായിപ്പാണെന്ന് പറയുന്ന ഈ ബോയ് ഫ്രണ്ടിനോട് മിൻസു പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, നീ മറ്റുള്ള പെൺകുട്ടികളുടെ പിന്നാലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് അതുകൂടി മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവനിട്ട് നല്ല തല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോയ് ഫ്രണ്ട് ആണെങ്കിലോ അതെ ഞാൻ ഇനി ഈ ഒരു കാര്യത്തിൽ ഇടപെടേയില്ല, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലും വരത്തില്ല, ഞാൻ മറ്റാരോടും ഇതിനെപ്പറ്റി പറയില്ല, എന്നെ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് പോലീസ് വാഹനത്തിൻ്റെ ശബ്ദം ഇവൻ കേൾക്കുന്നതും. ഇവൻ നോക്കുന്ന ടൈമിൽ അപ്പാർട്ട്മെന്റ് മൊത്തം പോലീസുകാരെ കൊണ്ട് വളയുന്നുണ്ട്. ഈ ബോയ് ഫ്രണ്ടിനിട്ട് നല്ലത് കൊടുത്തിട്ട് ബോധം കെടുത്തുന്നതും അങ്ങോട്ട് വരുന്ന വൂസോക്കാണെങ്കിൽ കുറച്ചു പേരേനെ സ്റ്റെയറിലൂടെ വിടുന്നുണ്ട്. അങ്ങനെ ഇവർ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഈ സ്റ്റെയറിലൂടെ വരുന്ന പോലീസുകാരനെ മിൻസു ആ മാസ്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അതിനുശേഷം അങ്ങോട്ട് വൂസോക്ക് വരുന്നുണ്ട്. വൂസോക്കും ടീമും ഈ വീടിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിട്ട് ശരിക്കും ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ബോയ് ഫ്രണ്ട് അവിടെ ബോധം കെട്ടി കിടക്കുന്നത് കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേന്ന്, ബോധമൊന്നും ഉണ്ടായിരിക്കില്ല. വിളിച്ചു പറയുന്ന ടൈമിൽ വൂസോക്കിന്റെ കൂടെയുള്ള മറ്റൊരു ഓഫീസർ ആണെങ്കിൽ ഇത് ജീനയുടെ ബോയ് ഫ്രണ്ട് ആണല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം ജീനയെ പറ്റി അന്വേഷിക്കാൻ ബുസാനിലേക്ക് വൂസോക്ക് വിട്ടത് ഈ പോലീസ് ഓഫീസറെ ആയിരിക്കട്ടെ. അങ്ങനെ ഈ ബോയ് ഫ്രണ്ടിനെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അല്ല ഈ സ്റ്റെയർ കേസിലൂടെ വന്ന പോലീസുകാർ എവിടെയെന്ന് പറഞ്ഞ് ഇവർ നോക്കുന്ന ടൈമിൽ അവരെ മൊത്തം അവിടെ അടിച്ചിട്ടിട്ടുണ്ടായിരിക്കും. ഇതേ ടൈമിൽ വൂസോക്കാണെങ്കിലും വീട് മൊത്തം ചുറ്റി കാണുന്നതും ബൈനോക്കുലർ കാണുന്നുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ കറക്റ്റ് ജീനയുടെ വീട്ടിലേക്കാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. അതുപോലെ വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ആ ഒരു മെഷീനൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവൻ വിചാരിച്ച പോലെയല്ലോ, ഭയങ്കര റൊമാൻറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന ടൈമിലാണ്
ഇവൻ്റെ അസിസ്റ്റന്റ് വിളിക്കുന്നതും ആൾ രക്ഷപ്പെട്ടു, എന്തായാലും ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിച്ചു പോകാമെന്ന് വൂസോക്ക് പറയുന്നുണ്ട്. മിൻസു ആണെങ്കിൽ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. മിൻസുവിന്റെ അസിസ്റ്റന്റ് ആണെങ്കിലോ ഇവൾ അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ കളക്ട് ചെയ്യുന്നതും, അതായത് അപ്പാർട്ട്മെന്റിന്റെ ഇവർക്ക് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അത് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നോക്കുന്ന ടൈമിൽ ഇവൻ അവിടെ ലോക്കർ കൊണ്ടുവന്ന് കളയുന്നത് ഇവൾ കാണുന്നുണ്ട്. വൂസോക്കാണെങ്കിൽ ജീനയുടെ വീട്ടിലെത്തിയിട്ട് അവിടെ ഈ ലൈറ്റിന്റെ ഇടയിലും അതുപോലെ സോഫയുടെ ഇടയിലും അങ്ങനെ കാണാത്ത സ്ഥലത്തൊക്കെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതെടുത്ത് കളയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ജീനയാണെങ്കിലോ ഹോട്ടലിൽ ഇവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ വരുമ്പോൾ ഇങ്ങനെ ഈ സാക്ഷി പറയണത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്ന അവിടുത്തെ മെയിൻ മാഡത്തോട് ഇവൾ പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഞാൻ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്, നുണ പറയാറുണ്ട്, പക്ഷേ അത് മറ്റാരെയും ഉപദ്രവിക്കാറില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു മൊഴി നൽകാനാണ്. കാരണം മറ്റെല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോഴും അവിശ്വസിച്ചപ്പോഴും അവൾ മാത്രമാണ് എന്നെ വിശ്വസിച്ച് ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന മാനേജർ ഈ ഇവളുടെ ഫ്രണ്ടിനെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുന്നത് ഇവർക്ക് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. ജീനയാണെങ്കിൽ ഒരു റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് ഇൻജസ്റ്റിസ് നടക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. വൂസോക്കും ഇവന്റെ ടീമാണെങ്കിലോ ഭയങ്കര ചർച്ചയിലൊക്കെ ആയിരിക്കും. ഈ കാണാതെ പോയ ഒരാളുണ്ടല്ലോ, അയാളുടെ പേരിലാണ് ഇപ്പോൾ മിൻസു ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കാണാനില്ല, എൻ്റെ 10 വർഷമൊക്കെ ആ ഇൻവെസ്റ്റിഗേഷൻ ഓവറായി എന്ന് പറയുന്നതും. അതുപോലെ ഇവർക്ക് ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് മിൻസുവിന് ഡൗട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന് കാരണം ഈ ഒരു കേസ് ആദ്യമായിട്ട് വന്നത്, അതായത് ജീന സിസ്റ്ററെ കാണാനില്ല എന്ന് പറഞ്ഞ് സാധാരണ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതും പിന്നീട് അതൊരു സാധാരണ കിഡ്നാപ്പിംഗ് കേസ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് മിൻസുവിന്റെ അടുത്തേക്ക് വിടുന്നതും. അവിടെ ആദ്യം ഇവർക്കായിരുന്നു കേസ് വരേണ്ടത്, പക്ഷെ എന്തോ മിൻസു ആണ് അത് ഏറ്റെടുത്തത്. പിന്നെ ഈ പെൺകുട്ടിയായിട്ട് ഭയങ്കര അടുപ്പമുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് വൂസോക്കിനൊരു ഡൗട്ട് വരുന്ന ടൈമിൽ ഇവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരാളെ കൊല്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്ന് പറയുന്ന ഈ വൂസോക്കാണെങ്കിൽ ജീനയുടെ ബോയ് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ജീനയും അവളുടെ ഫ്രണ്ടും ആണെങ്കിൽ പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ വേറെ വല്ല ഹോട്ടലിൽ ജോലിക്ക് നോക്കാനൊക്കെ ഫ്രണ്ട് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്ന ജീനയോട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ശരിക്കും തളർന്നു പോയേനെന്നൊക്കെ പറയുമ്പോൾ ജീന അവിടെ പറയുന്നുണ്ട്, ശരിയാ എൻ്റെ കേസിൽ ഞാൻ ഒരുപാട് തളർന്നു പോയി, പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ കൂടെ ആ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, അയാളോട് ശരിക്കും നന്ദി പറയണം എന്നൊക്കെ പറയുമ്പോൾ ഏത് ഇൻസ്പെക്ടർ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. മിൻസുവിനെ പറ്റിയിട്ടാണ് ഇവൻ പറയുന്നത്. മിൻസു ആണെങ്കിലും വീട്ടിലെത്തി ഇവന്റെ കബോർഡ് നന്നായിട്ട് സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് അസിസ്റ്റന്റ് ലേഡി വരുന്നതും. എനിക്കെല്ലാം മനസ്സിലായി, ഇനി കീഴടങ്ങി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവന്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. ഇതേ ടൈമിൽ ജീനയുടെ ബോയ് ഫ്രണ്ടിന് മിൻസുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ തന്നെയാണെന്ന് അവിടെ പറയുമ്പോൾ ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. വൂസോക്കാണെങ്കിൽ നന്നായി നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ എനിക്കൊരൊറ്റ ഡൗട്ടും ഇല്ല, ആള് തന്നെയാണെന്ന് പറയുന്നതും എല്ലാവരും ഷോക്കാകുന്നുണ്ട്. പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ഒരു സ്റ്റാഫ് മിൻസുവിന്റെ അസിസ്റ്റന്റ്, അതായത് ലേഡി അസിസ്റ്റന്റ് മിൻസുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പോലീസ് ഫോഴ്സിന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന വൂസോക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, വേഗം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നതും മിൻസുവിന്റെ ടേബിളിലേക്ക് നോക്കുന്ന വൂസോക്കാണെങ്കിൽ എന്നാലും നീ പണി പറ്റിച്ചല്ലോ എന്നാണ് പറയുന്നത്. ഇതേ ടൈമിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന തന്റെ അസിസ്റ്റന്റിനോട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ പറ്റത്തില്ല, എന്തായാലും ബോസ് കീഴടങ്ങിയേ പറ്റത്തുള്ളൂ, കാരണം ചെയ്തത് തെറ്റാണ്, ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതുവരെ ഞാൻ അങ്ങോട്ട് എത്തിക്കാന്നൊക്കെ പറയുമ്പോൾ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഒരു പ്രാവശ്യം എനിക്കിതെങ്കിലും ചെയ്തു തരണം, അതിനുശേഷം ഞാൻ വന്ന് കീഴടങ്ങിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല കേട്ടോ. സാറിന് ഇപ്പോഴും ആ പെൺകുട്ടിയെ പറ്റിയിട്ടാണോ ചിന്ത, നമ്മുടെ ഗ്യാങ്ങിനെ പറ്റിയിട്ടൊരു ചിന്തയില്ലേ, സീനിയറിന് ഇതൊക്കെ അറിയായിരുന്നിട്ടും ആൾ ആരോടും പറഞ്ഞില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്നും പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ചൂടാകുന്നുണ്ട്. ആ ടൈമിലാണ് പോലീസ് ഫോഴ്സ് അങ്ങോട്ട് എത്തുന്നതും ഈ ശബ്ദം കേൾക്കുന്ന ഇവനാണെങ്കിൽ ഇവളെ തട്ടി മാറ്റി അവിടെ നിന്നും ഓടുന്നുണ്ട്. എന്നാൽ ഇവളാണെങ്കിലോ പ്രത്യേകിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ലാട്ട് ഇവൾക്ക് ആകെ സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഈ ഓഫീസേഴ്സ് ആണെങ്കിൽ ഇവനെ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നതും ഇവനെ കീഴ്പ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്. ആ ടൈമിലാണ് അങ്ങോട്ട് വൂസോക്ക് എത്തുന്നതും ഒരു നിവൃത്തി ഇല്ലാതെയാകുമ്പോൾ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നുണ്ട്. എന്നാൽ ഇവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒന്നും ചെയ്യാതെ റൂമിലിരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. ഈ അസിസ്റ്റന്റിന്റെ കോള് പിന്നീട് ജീനയ്ക്ക് വരുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് സോളിൽ തിരിച്ചെത്തണം, നിങ്ങൾക്ക് മാത്രമേ ആളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ എന്താ കാര്യമെന്ന് ജീന അവിടെ ചോദിക്കുന്നുണ്ട്. മിൻസു ആണെങ്കിലും നേരെ മിസ്റ്റർ 5ന്റെ അടുത്തേക്കാണ് വരുന്നത്. അതായത് ആരും ട്രാക്ക് ചെയ്യാത്തൊരു ഫോൺ മിസ്റ്റർ 5നോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ ഒരു കാർ കീ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിലും ആ കാർ കീയും എടുത്തിട്ട് എല്ലാ ഡാറ്റാസും ഡിലീറ്റ് ചെയ്യണം, പോലീസ് എത്രയും പെട്ടെന്ന് ഇവിടെ അന്വേഷിച്ച് വരും, താങ്ക് യു എന്നൊക്കെ പറയുന്ന ടൈമിൽ മിസ്റ്റർ 5 ആണെങ്കിൽ ശരി നിങ്ങൾ നന്നായിട്ട് തന്നെ എസ്കേപ്പ് അടിക്കുന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ കാറ് കൊണ്ടുപോകുന്ന കാര്യം അറിയുന്ന മിസ്റ്റർ 5 ആണെങ്കിൽ എടോ ആ കാറിന്റെ ലോണ് പോലും ഞാൻ അടച്ചു തീർത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേ ടൈമിൽ ഇതൊക്കെ കാണുന്ന ഇവന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രേഞ്ച് ഗേൾ, അവളാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വിളിക്കുന്നത്
ആ പ്രസിഡന്റ് ലേഡിയെ ആയിരിക്കും കേട്ടോ. എല്ലാ സംഭവങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണ് നടക്കുന്നത്. ആളിവിടെ വന്ന് ഫോൺ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നതും പ്രസിഡന്റിന് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ കാറിൽ ഒരു ലൊക്കേഷൻ ട്രാക്കർ വെച്ചതുകൊണ്ട് തന്നെ ഈ പോകുന്ന സ്ഥലമൊക്കെ മിസ്റ്റർ ഫൈവിന് കാണാൻ പറ്റുന്നുണ്ട്. ഇയാൾ മന്ദബുദ്ധിയായി പോയല്ലോ എന്ന് മിൻസുവിനോട് പറയുന്നുണ്ട്. അതായത് മിൻസുവിന് കാറിൽ ലൊക്കേഷൻ ട്രാക്കുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിന്നീട് സോളിൽ എത്തുന്ന ജീനിയെ അസിസ്റ്റന്റ് ലേഡി കൂട്ടിക്കൊണ്ടു പോകുന്നത് മിൻസുവിന്റെ വീട്ടിലേക്കായിരിക്കും. ആ വീട്ടിലേക്ക് വരുന്ന ഇവളുടെ കിളി പോകുന്നുണ്ട്. എന്ന് മുതൽ ഇത് ആരംഭിച്ചു എന്ന് ഇവളോട് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ആണെങ്കിൽ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ മൊത്തം അവിടെ ചുറ്റി കാണുന്നുണ്ട്. അതിനുശേഷം അസിസ്റ്റന്റിനോട് ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവള് നോക്കുന്ന ടൈമിൽ ബൈനോക്കുലറിൽ ശരിക്കും ഇവളുടെ ആ ഒരു വീടാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവളുടെ കുറച്ച് ഫോട്ടോസ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ അവിടെ വോയിസ് റെക്കോർഡർ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ഇവൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പാടിയ പാട്ടൊക്കെ അതിൽ റെക്കോർഡിംഗ് ആയിരിക്കും കേട്ടോ. മിൻസു ഇവൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ എടുത്ത ഫോട്ടോസൊക്കെ ആയിരിക്കും അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരാൾ ഒരു ഭ്രാന്ത് പോലെ സ്നേഹിച്ചിരുന്നെന്ന് മനസ്സിലാക്കുന്നു. അയാൾ തന്നെയാണ് തൻ്റെ ചേച്ചിയെ കൊന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ ഫീലിങ്സ് ആയിരിക്കും തോന്നുക. അതേ ഫീലിങ്സ് തന്നെയാണ് ഇവൾക്കും അവിടെ വരുന്നത്. ഇവളാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നന്നായിട്ട് കരയുന്നതും ഇതേ ടൈമിൽ തന്നെ മിൻസു കരയുന്നതുമായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ആരുടെയും സൈഡിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ലാസ്റ്റ് സീനിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന ജീനിയാണെങ്കിൽ അവൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കും. അച്ഛനാണെങ്കിൽ നീ എപ്പോഴാണ് വന്നേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുന്ന ടൈമിൽ ചേച്ചിയുടെ കൊലയാളിയെ കണ്ടെത്തിയെന്ന് ഇവൾ പറയുന്നതും ഇവർ രണ്ടുപേരും ഷോക്കാകുന്നുണ്ട്. ആരയാളെന്ന് ചോദിക്കുമ്പോൾ അച്ഛനറിയാം, മുന്നേ കണ്ടിട്ടുണ്ട്, ആ ഒരു ഇൻസ്പെക്ടർ ആണെന്ന് പറയുന്നതും അനിയൻ അവിടെ ചൂടാകുന്നുണ്ട് കേട്ടോ. എന്താ കാര്യമെന്ന് ചോദിക്കുന്ന അച്ഛനോട് അത് ഇതുവരെ അറിഞ്ഞിട്ടില്ല, അയാളെ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നതും പിന്നീട് സൈലന്റ് ആയിട്ടിരിക്കുന്ന അച്ഛനോട് ഇവൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു കേസ് അന്വേഷണത്തിൽ, അതായത് ന്യൂസൊക്കെ ഇവളെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അച്ഛൻ എന്നെ സംശയിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ നേരെ ഒരു സംശയത്തിൻ്റെ കണ്ണുകൾ അച്ഛന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഇപ്പോൾ പറയണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇവളുടെ കൈ നന്നായി വിറയ്ക്കുന്നുണ്ട്. അച്ഛൻ്റെയും കൈ ഇങ്ങനെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ ഒന്നും തിരിച്ചു പറയാതെ വരുമ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. നല്ല വേദനയോടെ ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ പിന്നാലെ വരുന്ന അനിയനാണെങ്കിൽ ചേച്ചി എന്തേ കാണിക്കുന്നത്, അച്ഛൻ്റെ സ്വഭാവമൊക്കെ അറിയാലോ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിലാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത്. അപ്പം അനിയനാണെങ്കിൽ ഇവളോട് സ്നേഹമൊക്കെ ഉണ്ട്. കാരണം അച്ഛനോട് വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് സ്വഭാവം ഈ കാണിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചേച്ചിയോട് പറയാൻ പറ്റും, ചേച്ചി ആകെ തകർന്നിരിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനൊന്നും പറയുന്നില്ല. ഇവളാണെങ്കിലും ആകെ വിഷമത്തിൽ, കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. അവിടെ ഒരു ബെഞ്ചിലിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കൈ വരുന്നതും അത് മിൻസുവായിരിക്കും. ഇവിടെ ഒരു ക്ലോറോഫോം വെച്ചിട്ട് ബോധം കെടുത്തുന്നതും. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.